എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ബിന്ദു. ഞാനിവിടെ ട്രിവാൻഡ്രത്ത് തന്നെയാണ് ഉള്ളത്. ഞാനിപ്പോൾ ഈ വോയിസ് ഇടുന്നത് എൻ്റെ കുറേ നല്ല അനുഭവങ്ങൾ പങ്കുവയ്ക്കാനാണ്. ഒരു 6-7 മാസങ്ങൾക്ക് മുൻപ് ഞാനൊരു ശാരീരികവും മാനസികമായിട്ടുള്ളൊരു അവസ്ഥയിൽ എന്ന് ഒരുപാട് മാറി ഇപ്പോൾ ഈ അവസ്ഥയിലോട്ട് വന്ന ഒരു ജേണി ഉണ്ടല്ലോ, അതൊന്ന് പങ്കുവയ്ക്കാനാണ്. ഒരു 6-7 മാസം മുൻപ് എൻ്റെ ഫ്രണ്ട് ജയശ്രീ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു ഒരു ദിവസം. ജയശ്രീ PMCയിലൊരു മെമ്പറാണ്. അപ്പം ജയശ്രീ വന്നപ്പോൾ ഞങ്ങളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഞാൻ ജയശ്രീയോട് പറഞ്ഞു, ജയശ്രീ എനിക്ക് നല്ല BP ഉണ്ട്. ഒരു 169/100 ഒക്കെയാണ് എൻ്റെ BP. അത് ഇപ്പോൾ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഡോക്ടേഴ്സ് പറഞ്ഞു ഇനി ഇത് നിർത്താൻ പാടില്ല, മാസം തോറും ചെക്കപ്പിന് വരണം എന്നൊക്കെ പറഞ്ഞു. അതിനിടയിൽ എനിക്ക് നല്ല എന്താ പറയുക, തൈറോയിഡ് ഒരു 10-15 കൊല്ലം കൊണ്ട് ഞാൻ തൈറോയിഡിൻ്റെ ടാബ്ലറ്റ് എടുക്കുന്നുണ്ട്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ടാബ്ലറ്റ് കഴിക്കുക എന്നുള്ളത് ഭയങ്കര വിഷമമുള്ളൊരു കാര്യമാണ്. ഒരു എന്ത് ചെയ്യണമെന്നറിയില്ല, എവിടെ തുടങ്ങണമെന്നറിയില്ല. മൊത്തത്തിൽ എനിക്കൊരു ഒരു കൺഫ്യൂഷൻ ആ സമയത്തുണ്ടായിരുന്നു എല്ലാ കാര്യത്തിലും. അപ്പോഴാണ് ജയശ്രീ പറഞ്ഞത്, ബിന്ദു ഒരു കാര്യം ചെയ്യ്, മെഡിറ്റേഷൻ ചെയ്ത് നോക്ക്. മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ കുറേ വ്യത്യാസം വരും. ഒപ്പം മരുന്നും കഴിക്കണം, ഡോക്ടറെയും കാണണം. ഞാനിങ്ങനെ PMCയിൽ നമുക്കിങ്ങനെ ഒരു ഗ്രൂപ്പുണ്ട്, PMC മലയാളം എന്ന് പറഞ്ഞിട്ട്. എൻ്റെ ഫ്രണ്ട് ശ്രീകലയുണ്ട്, ഞാൻ പറയാം, ബിന്ദു അതിലൊന്ന് ആഡാവും. അങ്ങനെയാണെങ്കിൽ ഒന്ന് മെഡിറ്റേഷൻ ചെയ്ത് നോക്ക് എന്ന് പറഞ്ഞു. അപ്പോൾ മെഡിറ്റേഷനും യോഗയൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ അത് എങ്ങനെ അത് ചെയ്യണമെന്നോ അല്ലെങ്കിൽ അത് ഞാൻ മെഡിറ്റേഷനൊന്നും ആയിട്ടല്ല, ഞാൻ കുറേ നേരം കണ്ണടച്ചിരിക്കുമ്പം എനിക്ക് ഇഷ്ടപ്പെടുന്ന കുറേ ദൈവങ്ങളുടെ രൂപങ്ങൾ വരും. അപ്പം ഞാൻ ധ്യാനിക്കുന്നതിന് പകരം ചിലപ്പം കുറേ സന്തോഷങ്ങൾ പങ്കുവയ്ക്കും, കുറേ ചിലപ്പം പരാതി പറയും, കുറേ ചിലപ്പം കരയും, കുറേ ചിലപ്പം അറിയാതിരുന്ന് എന്തെങ്കിലുമൊക്കെ ഞാനിങ്ങനെ എൻ്റെ മനസ്സുകൊണ്ട് സംസാരിക്കും. പക്ഷെ അത് ഒരു മനസ്സിന് സ്വസ്ഥമായിട്ട് അതിലോട്ട് തന്നെ ലയിച്ചിരുന്ന് ചെയ്യുന്ന ഒരു രീതിയൊന്നും എനിക്കറിയില്ലായിരുന്നു. അതിനുള്ളൊരു ട്രെയിനിങ് ഒന്നും ഞാൻ ചെയ്ത് നോക്കിയിട്ടില്ല. അങ്ങനെയാണ് അന്ന് വൈകുന്നേരം എന്നെ ജയശ്രീ പിന്നെയും വിളിക്കുകയാണ്, ബിന്ദുവിനെ വെയിറ്റ് ചെയ്യുന്നുണ്ട്, എല്ലാവരും കയറുന്നില്ലേ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ പെട്ടെന്ന് ഓടി വന്ന് ഇതിലോട്ട് ജോയിൻ ചെയ്തപ്പോൾ ശരിക്കും ഞാൻ ഞെട്ടിപ്പോയി. എന്നെ PMCയിലോട്ട് എന്താ വെൽക്കം ചെയ്യാനായിട്ട് ഒരുപാട് ചിരിച്ച മുഖങ്ങളുണ്ടായിരുന്നു. അതിൽ സുപ്രിയ ചേച്ചിയെ കാണുമ്പം തന്നെ ഒരു വല്ലാത്തൊരു ഒരു പോസിറ്റിവിറ്റി ഉണ്ടായിരുന്നു. പിന്നെ ശ്രീകല, പിന്നെ ഒരുപാട് എടുത്തു പറയേണ്ട ഒരുപാട് നല്ല നല്ല മുഖങ്ങൾ അന്ന് എനിക്കവിടെ കാണാൻ പറ്റി. അന്ന് തുടങ്ങിയ ആ ജേണി, അതിൻ്റെ ഒരു റിസൾട്ട് എന്ന് പറയണത് ശരിക്കും പറഞ്ഞാൽ എനിക്ക് തന്നെ എന്നെ ഒന്ന് പ്യൂരിഫൈ ചെയ്യാൻ പറ്റി. കാരണം എന്ത് വന്നാലും പെട്ടെന്ന് ടെൻഷൻ അടിക്കുമായിരുന്നു. എന്ത് വന്നാലും പെട്ടെന്ന് ഞാൻ അങ്ങനെ ആരുടെടുത്തും പെട്ടെന്ന് ഒന്ന് എക്സ്പ്രസ് ഒന്നും ചെയ്യാറില്ല. എനിക്ക് ആരും അറിയാതെ ഇങ്ങനെ കരയാനോ അല്ലെങ്കിൽ ഉള്ളിൽ എൻ്റെ വിഷമങ്ങളൊക്കെ ഇങ്ങനെ ഒതുക്കി വയ്ക്കുന്ന ഒരു ടൈപ്പായിരുന്നു ഞാൻ. അപ്പം അത് തന്നെയാണ് എൻ്റെ ഈ BPയുടെയൊക്കെ പ്രധാനപ്പെട്ട കാരണം. അപ്പം ഈ ഒരു സമയത്ത് PMCയിലോട്ട് ജോയിൻ ചെയ്ത് സുപ്രിയ ചേച്ചിയുടെ മേൽനോട്ടത്തിൽ വെറും ഒരു അന്ന് ഒരു വൈകിട്ട് കുറച്ച് സമയമുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് 7:30 മണിക്കുള്ള ഒരു സമയത്താണ് ഞാൻ കയറുന്നത്. ആ 7:30 മണിക്ക് സുപ്രിയ ചേച്ചി വന്നിട്ട് സുപ്രിയ ചേച്ചി അന്ന് പോയ ഒരു യാത്രയോ അന്ന് കണ്ട ചില കാഴ്ചകളോ അന്ന് പരിചയപ്പെട്ട കുറച്ച് ആൾക്കാരുടെ വിശേഷങ്ങളോ അല്ലെങ്കിൽ ഈ ഗ്രൂപ്പിൽ വന്നിരിക്കുമ്പോൾ നമുക്കായിട്ട് കുറേ സന്തോഷങ്ങളും കുറേ ചില കാര്യങ്ങളൊക്കെ കാണുമല്ലോ. അങ്ങനെ ഒരു ഇൻഫോർമൽ ടോക്കിലൂടെ നമ്മൾ ഒരു 10-15 മിനിറ്റ് അങ്ങനെ ഇരുന്നിട്ട് നമ്മൾ മെഡിറ്റേഷനിലോട്ട് കിടക്കും. അപ്പോൾ ഒരു ആചാര്യനിൽ നിന്നും നേരിട്ട് ഫേസ് ടു ഫേസ് അല്ലാതെ ഒരു വാട്സപ്പ് ഗ്രൂപ്പിലൂടെ നമ്മൾ നമ്മളായിട്ട് നമ്മളായിട്ട് തന്നെ നോക്കി കണ്ട്, ഞാൻ മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ ഞാൻ എന്നെ തന്നെ നോക്കിയിരിക്കാറുണ്ട്. എൻ്റെ ഉള്ളിൽ എന്നെ കണ്ടുപിടിക്കാൻ എനിക്ക് ഒരുപാട് സഹായിച്ചു ഈ ഒരു മെഡിറ്റേഷൻ എന്ന് പറയണത്.
ഞാൻ വേറൊന്നിലും ശ്രദ്ധിക്കാറില്ല. എൻ്റെ ഉള്ളിൻ്റെ ഉള്ളില് ഞാനെന്ന് എന്നെ കണ്ടുപിടിക്കാൻ എനിക്ക് സാധിച്ചു. അതിന് സുപ്രിയ ചേച്ചിയോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. കാരണം അതിന് മുമ്പ് നമ്മളൊരു വല്ലാത്തൊരു നല്ല കാമൻ കൊയ്റ്റ ഒരു മാനസികാവസ്ഥയിലെത്തും. ഒരുപാട് നല്ല സുഹൃത്തുക്കളുമായിട്ട് ഒരു 10, 15 മിനിറ്റ് സംസാരിക്കുക. അത് കഴിഞ്ഞിട്ട് മെഡിറ്റേഷനിൽ പോവുക. പിന്നെ ഇത്ര സമയം മെഡിറ്റേഷൻ ചെയ്യണം, ഇന്ന പോസ്റ്ററിലിരുന്ന് മെഡിറ്റേഷൻ ചെയ്യണം എന്നൊക്കെ യാതൊരു നിബന്ധനയും ഇല്ലാത്തൊരു മെഡിറ്റേഷൻ രീതിയാണ് നമ്മുടേത്. ആഹ് സുഖമില്ലെങ്കില് കിടന്ന് മെഡിറ്റേഷൻ ചെയ്താൽ മതി. എങ്ങനെയാണോ സുപ്രിയ ചേച്ചി എപ്പോഴും പറയും, സുഖമായിരിക്കുന്ന അവസ്ഥയില് ഇരുന്ന് മെഡിറ്റേഷൻ ചെയ്യൂ. നമ്മള് നമ്മളെ തന്നെ സുഖപ്പെടുത്തിയിരിക്കുന്ന ഒരവസ്ഥയില് നമ്മള് ആ മെഡിറ്റേഷൻ ചെയ്യുമ്പോഴാണ് നമുക്കതിൻ്റെ ശരിക്കുള്ള ഒരു ഫലം കിട്ടുക. ആ ഫലം എനിക്ക് കിട്ടിത്തുടങ്ങി. ഞാൻ വളരെ കുറച്ച് നേരമൊക്കെ ഇരിക്കാറുള്ളൂ. കാരണം എൻ്റെ വീട്ടിൽ 2 ബെഡഡ് ആയിട്ടുള്ള പേഷ്യൻസ് ഉണ്ട്. ഒന്ന് എൻ്റെ ചേട്ടൻ ക്യാൻസർ പേഷ്യൻ്റാണ്. അദ്ദേഹം റൈസ് ട്യൂബ് ഇട്ടൊക്കെയാണ്. പിന്നെ എൻ്റെ മദർ ഇൻ ലോ ഉണ്ട്. അമ്മയുടെ കാര്യങ്ങളും നോക്കണം. അപ്പം ഇടയ്ക്കൊക്കെ ഞാൻ പെട്ടെന്ന് ഇതിൽ നിന്ന് ഇറങ്ങി പോവാറുണ്ട്. എന്നാലും ഞാൻ ഇരിക്കുന്ന ആദ്യം കിട്ടുന്ന ഒരു എനർജി ഉണ്ടല്ലോ, പിന്നീട് ഇരിക്കുന്ന ഒരു 10ഓ 15ഓ മിനിറ്റോ മതി. അതിൻ്റെ ഒരു പൂർണ്ണമായ ഒരു ഫലം കിട്ടും. പിന്നെ രാവിലെ എഴുന്നേറ്റ് ഞാൻ കുറച്ച് നേരം ഇരിക്കാറുണ്ട്. അപ്പം ഈ കുറഞ്ഞ സമയത്തിനിടയില് ഞാനിങ്ങനെ ആകുക, അല്ലെങ്കിൽ എനിക്ക് ഇത്രയും സംസാരിക്കാൻ കഴിയുക എന്നുള്ളത് എനിക്ക് PMC വഴി കിട്ടിയ ഏറ്റവും വലിയൊരു ഗിഫ്റ്റാണ്. കാരണം ഞാനിപ്പോൾ ബിപിയുടെ ഗുളികയൊന്നും കഴിക്കാറില്ല. ഇപ്പം എനിക്കറിയാം വളരെ എത്ര നമുക്ക് മാനസികമായിട്ട് സ്ട്രെസ് ഉണ്ടാക്കുന്ന ചുറ്റുപാടുകളായാലും, എത്ര തന്നെ നമുക്ക് തിരക്കുകളുണ്ടായാലും എല്ലാത്തിനെയും വളരെ സമാധാനപരമായിട്ട് അതിജീവിക്കാൻ പറ്റുമെന്ന് എനിക്കറിയാം. പിന്നെ എനിക്ക് ഇതിൽ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് വെച്ചാൽ, നമ്മൾ ഈ കഴിഞ്ഞ കുറച്ച് ദിവസത്തിന് മുമ്പ് നമ്മുടെ PMCയുടെ ഒരു വർക്ക്ഷോപ്പ് ഉണ്ടായിരുന്നു. അന്നെനിക്ക് നമ്മൾ സ്വരങ്ങളിലൂടെ കേട്ട അല്ലെങ്കിൽ ചില പിന്നെ വോയിസിലൂടെ നമുക്ക് ഒരുപാട് പിന്നെ നല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നുകൊണ്ടിരുന്ന സുരേഷ്ജിയെ കാണാൻ പറ്റി, രൂപേഷ്ജിയെ കാണാൻ പറ്റി. വാട്സാപ്പ് ഗ്രൂപ്പിലൂടെ മാത്രം കണ്ടുമുട്ടി കുറേ നല്ല ഫ്രണ്ട്സുകളെ അവിടെ കിട്ടി. അത് ഒരു വല്ലാത്ത ദിവസമായിരുന്നു കേട്ടോ. അത് എനിക്ക് കുറേ നമ്മളെ നമ്മുടെ ഉള്ളിലുള്ള ക്ലൗഡ്സൊക്കെ ഒഴിഞ്ഞു പോയി. കാരണം എന്താ വെച്ചാൽ രൂപേഴ്ചയൊക്കെ വന്ന് ചെയ്തിരുന്ന ഒരേ വേവ് ലെങ്തിലുള്ളവരെ കണ്ടുപിടിച്ചിട്ട് അവരുടെ മനസ്സിലെ കാര്യങ്ങളെ അവരറിയാതെ തന്നെ പുറത്ത് കൊണ്ടുവരിക. അവരുടെ പ്രശ്നങ്ങളെ അതൊരു മാജിക്കലായിരുന്നു ആ ഒരു ദിവസം. എനിക്കത് എങ്ങനെ പറഞ്ഞു എനിക്കറിയില്ല. അതെങ്ങനെ പറയണമെന്ന് എനിക്കറിയില്ല. ആ ഒരു ദിവസം കഴിഞ്ഞിട്ട് ശരിക്കും ഞാൻ വിചാരിച്ചു, ഇതൊക്കെ എങ്ങനെ സാധിക്കും? ഒരു മെഡിറ്റേഷൻ ഒരു ഇതിൽ എങ്ങനെ സാധിക്കും? നമുക്ക് നമ്മളെ മാത്രമല്ല മറ്റുള്ളവരെയും മനസ്സിലാക്കാൻ പറ്റും. സുരേഷ്ജി പറയാറുണ്ട്, എല്ലാവരുടെ ഉള്ളിൻ്റെ ഉള്ളിലും ദൈവാംശമുണ്ട്. എല്ലാവരും നല്ല മനുഷ്യരാണ്. എല്ലാവരുടെ നല്ല ആ മനസ്സ്, നല്ല മനുഷ്യരെ കാണാതെ ചെറിയ ചെറിയ ചില കുറ്റങ്ങൾ മാത്രം നമ്മൾ കണ്ടുപിടിച്ചിട്ട് അതിൻ്റെ പുറകിലൂടെ പോകുമ്പോഴാണ് നമുക്ക് മറ്റുള്ളവരെ മനസ്സിലാക്കാൻ സാധിക്കാത്തതെന്നൊക്കെ സുരേഷ്ജി പറയാറുണ്ട്. അദ്ദേഹം ഒരുപാട് വായിച്ച് ആ ആ അറിവിൻ്റെ എന്താ പറയുക, ആഴങ്ങളിൽ നിന്ന് നമുക്ക് ചിലപ്പോൾ കൊണ്ടുവരാറുണ്ട് ചില ഗിഫ്റ്റുകളുണ്ടല്ലോ. അത് മുത്തുകളും പവിഴങ്ങളും രത്നങ്ങളും ഒക്കെയാണ് അദ്ദേഹത്തിൻ്റെ ഓരോ ടോക്കും. ഓരോ ടോക്കിലും ഉണ്ട് നമുക്ക് പഠിക്കേണ്ട ഓരോ പാഠങ്ങളും. അപ്പം ഇങ്ങനെ കുറേ കുറേ നല്ല എന്താ പറയുക, പ്രഗത്ഭരായ കുറേ ആൾക്കാരുടെ കൂട്ടത്തിൽ ഒരാളായിട്ട് ചേർന്നിട്ട് നമ്മളെ തന്നെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തെടുക്കുക, അല്ലെങ്കിൽ നമ്മളെ തന്നെ നമ്മൾ പ്യൂരിഫൈ ചെയ്യുക എന്നൊക്കെ പറയണത് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് PMCയിൽ നിന്ന് കിട്ടുന്ന ഏറ്റവും വലിയൊരു ഗിഫ്റ്റാണ്. ഒരു വാട്സാപ്പ് ഗ്രൂപ്പിലൂടെ എല്ലാവരെയും മോട്ടിവേറ്റ് ചെയ്യുക, എല്ലാവരെയും ഉള്ളിൻ്റെ ഉള്ളിലെ നല്ല വശങ്ങളെ പുറത്ത് കൊണ്ടുവരിക, കഴിവുകളെ പുറത്ത് കൊണ്ടുവരിക, എല്ലാവരും ഹാപ്പിയാക്കുക, എല്ലാവരും നല്ല രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും. സുപ്രിയ ചേച്ചി പലപ്പോഴും പറയുന്നുണ്ട്, ഇവിടെ നോ ഗോസിപ്പ് എന്ന്. ശരിക്കും അങ്ങനെ തന്നെയാണ്. ഞാൻ അങ്ങനെ എന്തെങ്കിലുമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പറയുന്ന കുറേ ഗ്രൂപ്പിലൊക്കെ ഞാൻ ഒരിടത്തുനിന്ന് ആഡായിട്ടില്ല, എന്നാലും ഞാൻ കണ്ടിട്ടും കേട്ടിട്ടൊക്കെ ഉണ്ട്. പക്ഷേ ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ കൊടുക്കുന്ന എപ്പോഴും മോട്ടിവേഷനാണ്. ഇങ്ങോട്ടും ഇങ്ങോട്ടും നമ്മളെല്ലാവരെയും എന്തിനും ഏതിനും നമ്മൾ അങ്ങേയറ്റം പ്രോത്സാഹിപ്പിക്കാറുണ്ട്. സുപ്രിയ ചേച്ചി ഇടയ്ക്ക് പറയും, ഡ്രൈവിംഗ് പഠിക്കാത്തവരൊക്കെ ഡ്രൈവിംഗ് പഠിക്കുക, ഡാൻസ് കളിക്കുക, അല്ലെങ്കിൽ എല്ലാം അടിച്ചു പൊളിക്കുക. ഇതൊക്കെ കേൾക്കുമ്പോൾ തന്നെ നമ്മൾ പകലൊക്കെ കിട്ടുന്ന നമ്മുടെ സ്ട്രെസ് ഉണ്ടല്ലോ, അതൊക്കെ ഇങ്ങനെ എവിടെയോ ഒഴുകി പോകുന്നത് പോലെ തോന്നും.
അപ്പോൾ എനിക്ക് പറയാനുള്ളത് ആഹ്, എനിക്ക് ഒരുപാട് നല്ല മാറ്റങ്ങൾ തന്ന എൻ്റെ മലയാളം PMCക്ക് ഒരുപാട് നന്ദി. കാരണം എനിക്ക് ഒരുപാട് നല്ല നല്ല സുഹൃത്തുക്കളെ കാണാൻ പറ്റി. ഒരുപാട് നല്ല സുഹൃത്തുക്കളുടെ അനുഭവങ്ങൾ കിട്ടി. ഒരുപാട് നല്ല എന്നെ തന്നെ മാറ്റിയെടുക്കാൻ പറ്റി. അതാണ് എൻ്റെ ഏറ്റവും വലിയൊരു പ്രധാനപ്പെട്ട ഒരു അനുഭവം എന്ന് പറയുന്നത്. എനിക്ക് എന്നെ ഞാൻ എൻ്റെ ഇപ്പോഴത്തെ ഒരു മാനസികാവസ്ഥ തിരക്കെന്നൊക്കെ പറയണത് വളരെ ലാഘവത്തോടുകൂടി എനിക്കത് കൈകാര്യം ചെയ്യാൻ പറ്റുന്നുണ്ട്. അത് തന്നെയാണ് എൻ്റെ ഏറ്റവും വലിയ ഒരു ഒരു എന്താ പറയുക ഉം, ലാഭം എന്ന് പറയണത് ഇതിൽ വന്നിട്ട്. അതിൽ സ്ത്രീകളെ പോലെ ഇതിന് വേണ്ടിയിട്ട് ഓടി നടന്ന് വർക്ക് ചെയ്യുന്ന ഒരുപാട് പേര് എനിക്ക് എപ്പോഴും ഒരു പ്രചോദനമാണ്. അത് തന്നെയാണ് എൻ്റെ ഈ ഒരു ഗ്രൂപ്പിലോട്ട് തുടർന്ന് പോകാനായിട്ട് ഒരു 7:30 മണിയാകുമ്പോൾ എത്ര തിരക്കായാലും ഞാൻ വന്നിരിക്കുന്നത്. നമുക്ക് ആ ആ സമയത്ത് നമുക്ക് എത്ര ടെൻഷനായാലും ആ ഗ്രൂപ്പിലോട്ട് ആടാകുമ്പോഴത്തേക്ക് ഞാൻ സുപ്രിയ ചേച്ചിയോട് പറയും, ചേച്ചി സത്സംഗത്തിൻ്റെ ഏറ്റവും നല്ലൊരു ഉദാഹരണമാണ് നമ്മുടെ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. ഉം. അവിടെ എപ്പോഴും സന്തോഷം മാത്രമേ ഉള്ളൂ. എപ്പോഴും പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം മാത്രമേ ഉള്ളൂ. എപ്പോഴും നമ്മൾ അതെങ്ങനെ കൈകാര്യം ചെയ്യണം, എങ്ങനെ നമ്മളത് വിജയിക്കണം എന്നൊക്കെ ഉള്ളൊരു നമ്മളറിയാതെ ചിലപ്പോൾ നമുക്ക് ഒരാചാര്യയിൽ നിന്ന് കിട്ടാത്ത പലതും നമുക്ക് ഈ ഗ്രൂപ്പിൽ നിന്നേക്ക് കിട്ടുന്നുണ്ട്. പിന്നെ PMCയുടെ പുതിയ നമ്മുടെ യൂട്യൂബ് ചാനൽ സുപ്രിയ ചേച്ചിയുടെ ഏറ്റവും വലിയ സ്വപ്നമാണെന്ന് പറയാറുണ്ട്. അത് സുരേഷ് ജിയുടെയും ശ്രീകലയുടെയൊക്കെ ഒരുപാട് പ്രയത്നത്താൽ അതിപ്പോൾ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട്. അതിനും എൻ്റെ എല്ലാ ഭാഗങ്ങളും എന്നാൽ കഴിയുന്ന അത്രയും ഞാനും ചെയ്യും എൻ്റെ കൂട്ടത്തിൽ നിന്നുകൊണ്ട്. അപ്പം PMCയുടെ ഒരു ഭാഗമാകാൻ സാധിച്ചതിൽ എന്നും 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 എനിക്ക് ഭയങ്കര സന്തോഷമാണ്. പിന്നെ എനിക്കിത് ആധികാരികമായിട്ടൊന്നും പറഞ്ഞു തരാൻ അറിഞ്ഞൂടാ കേട്ടോ. അതുകൊണ്ട് ഇതിൽ പലതും ചിലപ്പോൾ എനിക്കറിയില്ല അത് എങ്ങനെയൊക്കെ പറഞ്ഞു തരണമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഇതിൽ കൂടുതൽ നല്ല അനുഭവങ്ങളൊക്കെ എൻ്റെ ഉള്ളിലുണ്ട്. പക്ഷേ അതെങ്ങനെ എക്സ്പ്രസ് ചെയ്യണമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അതുകൊണ്ട് എനിക്ക് ഇത്രയേ പറയാനുള്ളൂ. എനിക്ക് വന്ന മാറ്റങ്ങൾ എന്നെ തന്നെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. എന്നെ തന്നെ ഞാൻ ഒരുപാട് പോളിഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അത്രയേ എനിക്ക് പറയാൻ അറിയാം. താങ്ക് യു. താങ്ക് യു ഫോർ എവരിതിങ്.